ഹലോ എവ്രി വൺ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഞാൻ റീമ. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എഡിറ്റോറിയൽ സെഷൻ നമുക്ക് പഠിച്ചു തുടങ്ങണം. അപ്പോൾ അത് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു എഡിറ്റോറിയലിലോട്ട് നേരിട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങളൊന്ന് ബേസിക് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ന്യൂസ് പേപ്പറിൻ്റെ ഒരു PDF കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എക്സാമിന് വേണ്ടി, അതായത് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടി നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവോ ഒബ്ജക്റ്റീവോ ഏത് പഠിക്കുകയാണെങ്കിലും ഇംഗ്ലീഷ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാമല്ലോ. വൈ ന്യൂസ് പേപ്പർ? എന്തിനാണ് ന്യൂസ് പേപ്പർ? വാട്ട് ഈസ് എ പേർപ്പസ്? അത് ഇമ്പോർട്ടൻ്റ് ആണോ? എല്ലാവരും പറയുന്നു എഡിറ്റോറിയൽ വായിക്കൂ, എഡിറ്റോറിയൽ വായിക്കൂ. ശരിക്കും ഈ എഡിറ്റോറിയൽ വായിക്കണോ? വായിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ന്യൂസ് പേപ്പർ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഇത് 7-ാം തീയതിയിലെ ഒരു ന്യൂസ് പേപ്പറാണ്. ഇത് നിങ്ങൾക്ക് ഓക്കെ, അധികം വയ്യാണ്ട് തന്നെ ഇത് അപ്ലോഡ് ആവും. അപ്പം ഞാൻ ഇതാണിപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാനാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഹാർഡ് കോപ്പി അല്ലാണ്ട് വേണമെങ്കിൽ കോപ്പി ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1 മന്തിൻ്റെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണെങ്കിലും ഓക്കെ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു തുടങ്ങണമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. കണ്ടോ, ഇതുപോലത്തെ ഒരു PDF ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നമ്മുടെ ന്യൂസ് പേപ്പറിൻ്റെ ആ 18 പേജസും, ഓക്കെ, 18 പേജസും ഇതിനകത്ത് കാണും. ഓക്കെ. അപ്പോൾ ഇനി എല്ലാവരും ചോദിക്കും, മിസ്സേ ഈ ഹിന്ദു തന്നെ വേണോ? എൻ്റെ വീട്ടിൽ ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. ഏതാണേലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏത് ന്യൂസ് പേപ്പർ വേണമെങ്കിലും നോക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ പൊതുവെ ഹിന്ദു എന്നുള്ള ആർട്ടിക്കിൾസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ടാണ് എല്ലാവരും കോമ്പറ്റീറ്റീവ് എക്സാംസിന് ഹിന്ദു റെഫർ ചെയ്യുന്നത്. ഓക്കെ, ഹിന്ദു തന്നെ വേണം എന്നില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എഡിറ്റോറിയൽ പഠിക്കാനായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സോ ഏത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 18 പേജിൻ്റെ ഹിന്ദു ന്യൂസ് പേപ്പർ, അതും ജൂലൈ 7 ട്യൂസ്ഡേയിലെ ഒരു ന്യൂസ് പേപ്പറാണ്. കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ടാസ്ക് എഡിറ്റോറിയൽ. എഡിറ്റോറിയൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ എഡിറ്റോറിയലിൽ നിന്ന് ബോത്ത് ഒബ്ജക്റ്റീവ് ആൻഡ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവിനുള്ള സാധനങ്ങളുണ്ട്. ഇപ്പം ഒബ്ജക്റ്റീവിൻ്റെ കാര്യം ഞാൻ ആദ്യം പറയാം. ഒബ്ജക്റ്റീവിനകത്ത് ഗ്രാമർ, ഓക്കെ, ഗ്രാമർ, അതേപോലെ തന്നെ വൊക്കാബ്സ്, അത് സിനോണിം ആയിക്കോട്ടെ, ആൻറ്റണിം ആയിക്കോട്ടെ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, എല്ലാം സ്പെല്ലിംഗ് ഒക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആണ് ഒബ്ജക്റ്റീവ് പഠിക്കാൻ. ഡിസ്ക്രിപ്റ്റീവ് എസ്സേക്ക് ആണെങ്കിൽ നമുക്ക് കുറേ പോയിന്റ്സ് കിട്ടും. ഓക്കെ, റീസെൻറ്റ് കറണ്ട് ഇഷ്യൂസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഇനി അതേപോലെ തന്നെ ടോപ്പിക്സ് നമ്മളിപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന എഡിറ്റോറിയലിൽ നിന്ന് വരാം. റീഡിങ് കോംപ്രിഹെൻഷന് ഹെൽപ്ഫുൾ ആണ്, കാരണം ടോപ്പിക്സ് അതിൽ നിന്ന് വരാം. ഓരോ പാസേജസ് ഈ പറയുന്ന എഡിറ്റോറിയൽ ബേസ്ഡ് ആയിട്ട് വരാം. അതേപോലെ തന്നെ പ്രേസി പാസേജ് എഡിറ്റോറിയലിനെ ബേസ് ചെയ്ത് വരാം. അപ്പോൾ ഇതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് എഡിറ്റോറിയൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡേ 1, ഡേ 2, ഡേ 3 ചിലപ്പം ഈ എഡിറ്റോറിയൽ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. കുറച്ച് പേർക്കേലും, ചിലർ ഓക്കെയാണ്, പക്ഷെ ചിലർക്ക് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ന്യൂസ് പേപ്പർ എടുക്കുക. ന്യൂസ് പേപ്പർ എടുത്തിട്ട് നിങ്ങൾ 18 പേജ് ഉണ്ടല്ലോ, ഇതിനകത്ത് വായിക്കാൻ ഇഷ്ടമുള്ള ഒരു സാധനം നോക്കുക. ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് നോക്കുക. ഇതുണ്ട്, ഇപ്പം ഇതിനകത്ത് ഈ ഒരു ന്യൂസ്, 7 officers among 26 killed in clashes at Sri Lankan jail. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല, പക്ഷെ അത്യാവശ്യം നമ്മളെ കൊണ്ട് വായിച്ചാൽ മനസ്സിലാകും എന്നൊരു ഐഡിയ കിട്ടുന്ന ഒരു ന്യൂസാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അത് എത്രയുണ്ട്? ഇത്രത്തോളം ഉണ്ട്. ആ ഒരൊറ്റ ന്യൂസ് എന്ന് പറയുന്നത് തന്നെ, അടുത്ത പേജ്, ഓക്കെ, ഇത്രത്തോളം ഉണ്ട്. അത്രയും പോർഷൻ ആ ഒരു ന്യൂസ് മാത്രമായിട്ട്. അപ്പം അത് മാത്രം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കുക. കാരണം നിങ്ങൾക്ക് കണ്ടിട്ട് ഒരു സിമ്പിൾ പോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ സിമ്പിൾ പോലെ തോന്നുന്നെങ്കിൽ അത് എടുത്ത് വായിക്കുക. ഇനി അതും വായിക്കാനുള്ള മൂഡില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്നറിയോ? ഓരോ ഫോട്ടോസിൻ്റെയും താഴെ കണ്ടോ ഒരു ഒരു സെൻറ്റൻസ് കാണും. കണ്ടോ? ഇപ്പം ഇവിടെ ഒരു ഫോട്ടോയുടെ താഴെ കണ്ടിരിക്കുന്നതാണ്. അവിടെ എന്താന്ന് നോക്കാം. ഇൻമേറ്റ്സ് ബോർഡിംഗ് എ ബസ് to be transferred after the clashes at the Negombo prison in Sri Lanka on Monday. Okay,
അപ്പോൾ ഇന്നത്തെ എൻ്റെ മൂഡ് എനിക്ക് ആർട്ടിക്കിൾ വായിക്കാനല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് പത്രമൊക്കെ തുടങ്ങാം. ഞാനൊരു ബിഗിനറാ. പലരും പറയുന്നൊരു റീസൺ ഇതാണ്. മിസ്സേ ഞാനങ്ങനെ ന്യൂസ് പേപ്പർ ഒന്നും വായിക്കാറില്ല. പിന്നെ മലയാളം പേപ്പറൊക്കെ വായിക്കും. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഇതിലോട്ടൊക്കെ എത്താൻ എന്ത് ടൈം എടുക്കും? ഓക്കെ. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ ബിഗിനേഴ്സിനുള്ള ഏറ്റവും നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് വരണമല്ലോ. ന്യൂസ് പേപ്പർ ഇത് ഈവൻ നിങ്ങളിപ്പോൾ UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഹൗ ടു റീഡ് എ ന്യൂസ് പേപ്പർ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതെങ്ങനെ വായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ റെഗുലർ ബേസിസിൽ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തുടങ്ങുന്നത് ഐദർ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ വായിച്ചിട്ട് സിമ്പിൾ ആണെന്ന് തോന്നുന്ന ഒരു പോർഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. ഓർ എൽസ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ പിക്ചറിൻ്റെ താഴെയുള്ള ലൈൻസ് വായിക്കുക. ഇത് വായിക്കുമ്പം നിങ്ങൾക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടും. ഗ്രാമർ പഠിക്കാൻ ഇത്രയാണേലും മതി. അതായത് ഓരോ സിംഗിൾ ക്വസ്റ്റ്യൻ കിട്ടുന്നതിന് ഈക്വലൻ്റ് ആണ് ഇങ്ങനെയൊരു പിക്ചറിൻ്റെ താഴെയുള്ള ഒരു സെൻറ്റൻസ്. നമുക്കിത് വായിക്കാവേ. ഇൻമേറ്റ്സ് ബോർഡിംഗ് എ ബസ്, ഓക്കെ, to be transferred after the clashes at the Negombo prison in Sri Lanka on Monday. ഇതിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, നിങ്ങൾക്കത് കാണാമല്ലോ അല്ലേ? സി ഇതിനകത്ത് കുറേ സാധനങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഡേയ്സ് പറയുമ്പം എപ്പോഴും ഓൺ എന്നുള്ള പ്രൊപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ? ഓൺ എന്നുള്ള പ്രൊപ്പോസിഷനാണ് എപ്പോഴും നമ്മൾ ഡേയ്സ് പറയുമ്പം ഉപയോഗിക്കുന്നത്. ഡേയ്സ് പറയുമ്പോൾ നമ്മൾ ഓൺ എന്നുള്ള പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാം. ഓൺ. ഓക്കെ, അത് ഒരു പോയിന്റ് കിട്ടിയല്ലോ. നമ്മൾ പഠിക്കുന്ന സാധനമാണ്. അടുത്തത് ഇൻ ശ്രീലങ്ക. ഇൻ ശ്രീലങ്ക അതായത് പ്ലേസസ്, അതും ബിഗ് പ്ലേസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഇൻ ആണ്. ഇൻ. ഓക്കെ, ബിഗ് പ്ലേസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഇൻ ആണ്. ഇൻ. ഓക്കെ, പിടികിട്ടി. ബിഗ് പ്ലേസ് ആണെങ്കിൽ ഇൻ ആണ്. ഇൻ. ഓക്കെ, ശരി. അതാണ് അവിടെ ഇൻ ശ്രീലങ്ക എന്ന് വന്നത്. അപ്പം അടുത്ത ക്വസ്റ്റ്യനായ ഇനി വീണ്ടും അറ്റ് ദ നെഗോംബോ പ്രസൻ. അവിടെ എന്താണ് അറ്റ് യൂസ് ചെയ്യാൻ കാരണം? അവിടെ അറ്റ് ഉപയോഗിക്കാൻ കാരണം ഒരു പ്ലേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എവിടെ വെച്ചാണ് ഈ ക്ലാഷസ് നടന്നത്? വേർ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ആ പ്ലേസിനാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. ആ പ്ലേസ് ഏതാണ്? അറ്റ് ദ നെഗോംബോ പ്രസൻ. കണ്ടോ? യെസ്. അപ്പോൾ എവിടെ? അപ്പോൾ ഇത്രയും പ്രൊപ്പോസിഷനെ ബേസ് ചെയ്ത് തന്നെ ഒരൊറ്റ ലൈനിൽ തന്നെ 3 എണ്ണം കണ്ടോ? അറ്റ് ദ നെഗോംബോ പ്രസൻ, ഇൻ ശ്രീലങ്ക, ഓൺ മൺഡേ. അപ്പോൾ ഡേയ്സിന് ഓൺ, പ്ലേസസ് ബിഗ് പ്ലേസിന് ഇൻ, എവിടെ പ്ലേസ് ആണെങ്കിൽ അറ്റ്. അതവിടെ കറക്റ്റ് സ്പെസിഫിക് ലൊക്കേഷൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ശ്രീലങ്കയിൽ ഇന്ന പ്രിസൺ. അപ്പോൾ 2 പ്ലേസസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയ പ്ലേസിൻ്റെ കൂടെ അറ്റ് കൊടുക്കുക, വലിയ പ്ലേസിൻ്റെ കൂടെ ഇന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഈ പറയുന്ന പ്രൊപ്പോസിഷൻസ് ഒക്കെ നമ്മൾ നോക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ പറഞ്ഞ സെയിം സാധനം അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. കണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്, നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ നമ്മൾ പഠിച്ച സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇനി കഴിഞ്ഞിട്ടില്ല. തുടക്കത്തിൽ ഇൻമേറ്റ്സ് വൊക്കാബാണ്. ഇൻമേറ്റ്സിന്റെ മീനിങ് അറിയില്ലെങ്കിൽ ഉടനെ നിങ്ങൾ ഒന്ന് ഗൂഗിളിലോട്ട് നോക്കോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ഡിക്ഷണറി ഒന്ന് തപ്പിയാൽ മതി. എന്താണ് ഇൻമേറ്റ്സ് ബോർഡിംഗ് എ ബസ്? അതും ഇവിടെ പറയുന്നുണ്ട് പ്രിസണിലെ ക്ലാഷസ് ഉണ്ടായെന്നാണ് അല്ലേ. അപ്പോൾ ഇൻമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പ്രിസണിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ഒക്കെ അവരെ കൺഫൈൻ ചെയ്ത് അടച്ചിട്ടിരിക്കുന്നു. ആ ഒരു പ്രിസണർ. ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ ചിലർ അവിടെ തന്നെ, ഇപ്പം എന്താ മെൻ്റൽ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടുത്തെ ഇൻമേറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാണ് അല്ലേ. അവരാരും കൊണ്ടുപോകാനും ഒന്നുമില്ല. ജയിലിലാണെങ്കിലും പ്രിസണറാണ് അല്ലേ. അപ്പം ഇങ്ങനത്തെ പ്രിസണർ അല്ലെങ്കിൽ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ആളുകൾ, അതാണ് ഇൻമേറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ കൺഫൈൻഡ് ആയിട്ട് നിൽക്കുവാണ്. അത് മെയിൻലി ഈ പറയുന്ന പ്രിസണിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ഒക്കെ ആയിരിക്കും അവർ കൺഫൈൻഡ് ആയിട്ട് അവരെ അടച്ച് വെക്കുന്നത്. അപ്പം ഇവരെന്ത് ചെയ്തു? ഇവർ ബോർഡിംഗ് എ ബസ്, ബസ്സിലോട്ട് ബോർഡ് ചെയ്യുന്ന ഇൻമേറ്റ്സ്. അപ്പോൾ ഇവിടെ വൊക്കാബ് കിട്ടി ഇൻമേറ്റ്സ്. ഇനി ടു ബി ട്രാൻസ്ഫേർഡ് ആഫ്റ്റർ ദ ക്ലാഷസ്. ഓക്കെ, ഈ ക്ലാഷസിന് ശേഷം ഇവരെ ഇപ്പോൾ
ട്രാൻസ്ഫർ ചെയ്യാണ്. എങ്ങോട്ടാണ്? വേറെ ഏതോ സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പം ആ ഇൻമേറ്റ്സ് ഒരു ബസ് കയറുന്നു, ബോർഡ് ചെയ്യുന്നു. ഇതാണ് മീനിങ്. കേട്ടോ? അപ്പം ആദ്യം ഇങ്ങനെ ഒട്ടും പറ്റില്ലെങ്കിൽ ഇതുപോലത്തെ സിമ്പിൾ സാധനത്തിൽ നിന്ന് നിങ്ങൾ തുടങ്ങിക്കോ. ഇഷ്ടമുള്ള പോർഷൻ അല്ലാണ്ട് ഇതുപോലെ പിക്ചേഴ്സിന് താഴെയുള്ള അങ്ങനത്തെ ലൈൻസിൽ നിന്ന് തന്നെ നിങ്ങൾ തുടങ്ങിക്കേ. ഇൻമേറ്റിന്റെ മീനിങ് കിട്ടി. ഓക്കെ. പിന്നെയും പറയുകയാണെങ്കിൽ 3 പ്രൊപ്പോസിഷൻസിന്റെ എക്സാമ്പിൾസ് കിട്ടി. ഓക്കെ, കണ്ടോ? ഇത്രയും തന്നെ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ പഠിച്ച സാധനങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചാണ്. വേറെ ഇപ്പം അതെ, ഇപ്പം ഇത് തന്നെ ഈ സംഭവം തന്നെ ഒന്ന് വായിക്കാം. ഇത് മൊത്തം ഒത്തിരി ഉണ്ട്, നമുക്ക് ഒരു പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ഇതൊക്കെ നിങ്ങളെ ഇൻട്രസ്റ്റ് വരുത്താൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് എഡിറ്റോറിയലിലോട്ട് നമുക്ക് പോകാം. അപ്പം തുടക്കത്തിൽ എങ്ങനെ നമുക്ക് പഠിക്കാം, ബിഫോർ എഡിറ്റോറിയൽ എല്ലായിടത്തും നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, യൂട്യൂബും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഈ പറയുന്ന എക്സ്പ്ലനേഷൻ, അതും എഡിറ്റോറിയലിൻ്റെ എക്സ്പ്ലനേഷൻ ഒരുപാട് ഉണ്ട്. അപ്പോൾ അതിലോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ആസ് എ ബിഗിനർ നമുക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അതാണ് ഞാൻ കാണിക്കുന്നത്. സോ യെസ്, അപ്പോൾ അതിലെ ന്യൂസ് ഓൾറെഡി അതിൻ്റെ ഹെഡ്ലൈൻസ് അവിടെയുണ്ട്. 7 officers among 26 killed in clashes at Sri Lankan jail. ഓക്കെ, ശരി. അവിടെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതുണ്ട്. എന്താണെന്നറിയോ? among 26, 2 കൂടുതൽ നമ്മൾ ആളുകളെ പറ്റിയോ സാധനങ്ങളെ പറ്റിയോ പറയുമ്പോഴാണ് നമ്മൾ among എന്നുള്ള പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് among 26 എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പോയിന്റ്. പിന്നെ അറ്റ് ശ്രീലങ്കൻ ജയിൽ, എവിടെ വെച്ചാ, എവിടെ, വേർ, ആ സ്പെസിഫിക് പ്ലേസ് പറയുന്നതുകൊണ്ടാണ് അറ്റ് എന്ന് പറയുന്നത്. അറ്റ് ശ്രീലങ്കൻ ജയിൽ. ഓക്കെ, അപ്പോൾ ആ ഹെഡ്ലൈൻസ് ചെയ്തും അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് കിട്ടി. 2 പ്രൊപ്പോസിഷൻസിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം ഒന്ന് വായിക്കുവാണേ. ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, കാണാമല്ലോ, ഈ അറ്റ്ലീസ്റ്റ് തൊട്ട് ഇൻജേർഡ് വരെ. ഓക്കെ, at least 26 persons, 7 prison officers among them, were killed in a Sri Lankan prison on Monday after a clash among inmates escalated into deadly violence. Over 100 persons were injured. Okay, yes. അപ്പോൾ ഗ്രാമർ ഉണ്ട്, ഇതിനകത്ത് വൊക്കാബ് ഉണ്ട് അല്ലേ. അറ്റ്ലീസ്റ്റ് 26 persons, 26 ആളുകളെങ്കിലും, അതിൽ 7 prison officers among them, 26 പേരിൽ 7 prison officers ആയിരുന്നു, 7 ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു അവരിൽ. were killed, കൊല്ലപ്പെട്ടു, in a Sri Lankan prison on Monday. ഓക്കെ, ഡേയുടെ കൂടെ ഓൺ. എവിടെ വെച്ചാ? ശ്രീലങ്കൻ പ്രിസണിന് അകത്ത് വെച്ച്. ഓക്കെ, അകത്തായതുകൊണ്ടാണ് ഇന്നെന്ന് കൊടുത്തത്. ഓക്കെ, ആ ഇൻ വരാൻ കാരണം ശ്രീലങ്കൻ പ്രിസൺ, ആ ജയിലിനകത്ത് വെച്ചായിരുന്നു. എന്താ സംഭവിച്ചത്? ആഫ്റ്റർ എ ക്ലാഷ് അമംഗ് ഇൻമേറ്റ്സ് എസ്കലേറ്റഡ് ഇൻ ടു ഡെഡ്ലി വയലൻസ്. ഈ എസ്കലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? എസ്കലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വഷളാക്കി എന്നാണ്. കൂടുതൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അതിനെ കൂടുതലായിട്ട് എന്താ പറയുക, കുറച്ചുകൂടി ഇൻറ്റൻസ് ആക്കി. ഇപ്പോൾ ഒരു അടിയാണെങ്കിൽ, ഒരു കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ അതിനെ കുറേ കൂടെ ഒന്ന് ഇൻറ്റൻസ് ആക്കി, സീരിയസ് ആക്കി, അതാണ് എസ്കലേറ്റ്. അപ്പോൾ മീനിങ് പഠിക്കാലോ. എസ്കലേറ്റിൻ്റെ മീനിങ്. ഓക്കെ, വൊക്കാബുലറി. അപ്പോൾ സിനോണിം ചോദിക്കാം. എസ്കലേറ്റ് അതായത് ഗ്രോ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, ഇൻറ്റൻസ് ആവുക എന്ന്. ഓക്കെ, അപ്പോൾ ഇതൊരു ക്ലാഷ് ആയിരുന്നു. ചെറിയ അടിപിടിയിൽ തുടങ്ങിയതാണ്, അത് വലിയ അടിപിടിയായിട്ടത് ഇൻറ്റൻസിഫൈ ചെയ്തു, കൂടി. ഓക്കെ, ഇൻ ടു ഡെഡ്ലി വയലൻസ്. ഈ ഡെഡ്ലി എന്ന് പറയുന്നത് അതൊരു അഡ്ജക്റ്റീവാണ്. ഓക്കെ, ഡെഡ്ലി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഡൗട്ടാണ്, അത് അഡ്ജക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അഡ്ജക്റ്റീവ് ആണോ എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ വാട്ട് കൈൻഡ് ഓഫ് വയലൻസ് എന്ന് ഓർക്കുക. വാട്ട് കൈൻഡ് ഓഫ് വയലൻസ്, വാട്ട് കൈൻഡ് ഓഫിന് നമുക്കൊരു ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു അഡ്ജക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ ഡെഡ്ലി വയലൻസ് അതൊരു അഡ്ജക്റ്റീവാണ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, മിസ്സേ LY എന്ന് പറയുന്നത് സാധാരണ അഡ്വേർബ് അല്ലേ? LY വരുന്നത് സാധാരണ അഡ്വേർബ് ആണ്, പക്ഷെ
നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇത് വേറൊരു രീതിയിൽ വരുമേ, ഞാൻ പറയാം. ഇപ്പം ഡെഡ്ലി വയലൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കാം, വാട്ട് കൈൻഡ് ഓഫ് വയലൻസ്? ഡെഡ്ലി വയലൻസ്. ഇവിടെ അതൊരു അഡ്ജക്റ്റീവാണ്. ഇപ്പം ഞാൻ പറയുകയാണെ, ഹർ സ്കിൻ വാസ് ഡെഡ്ലി പെയിൽ. ഓക്കെ, ഹർ സ്കിൻ വാസ് ഡെഡ്ലി പെയിൽ. ഈ പെയിൽ എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവിനെ ഡിഫൈൻ ചെയ്താൽ നമുക്കതിനെ അഡ്വേർബ് എന്ന് പറയാം. ഞാനതൊന്ന് എഴുതി തരാം, അപ്പോൾ കുറച്ചുകൂടെ ദേ ഇപ്പോൾ ഹർ സ്കിൻ വാസ് ഡെഡ്ലി പെയിൽ. ഓക്കെ, ഡെഡ്ലി പെയിൽ. ഓ, വാട്ട് കൈൻഡ് ഓഫ് സ്കിൻ എന്ന് ചോദിച്ചാൽ പെയിൽ സ്കിൻ, ഭയങ്കര വിളറിയ സ്കിൻ എന്നാണ്. ഈ പെയിൽ എന്ന് പറയുന്നത് അതൊരു അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവിനെ ഡിഫൈൻ ചെയ്യുന്ന അഡ്വേർബാണ്. അങ്ങനെയാണെങ്കിൽ ഈ അഡ്വേർബ് ഡെഡ്ലി ആണ്. മനസ്സിലായോ? LY വരുന്നത് അഡ്വേർബ് അല്ലെന്ന് ചോദിച്ചാൽ അതെ. എന്നാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് വാട്ട് കൈൻഡ് ഓഫ് വയലൻസ്, എങ്ങനത്തെ വയലൻസിലോട്ട് അത് എത്തിച്ചേർന്നത്? ഡെഡ്ലി വയലൻസ്. ഡെഡ്ലി എന്ന് പറഞ്ഞാൽ അവസാനം മരണകാരണമാകുന്ന രീതിയിൽ അത്രയ്ക്കും വയലൻസ് ആയിപ്പോയി, മരണം വരെ എത്തുന്ന രീതിയിലുള്ള വയലൻസ് ആയിപ്പോയി. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് വയലൻസ്? ഡെഡ്ലി. ഇവിടെ അതൊരു അഡ്ജക്റ്റീവ് ആണ്. അപ്പം നമ്മൾ സെൻറ്റൻസിൽ എന്താണോ അതിൻ്റെ യൂസേജ് എന്ന് നോക്കുക. അപ്പം ഞാൻ രണ്ടും പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ന്യൂസ് പേപ്പറിൽ നമ്മുടെ ഡേറ്റ് അനുസരിച്ച് ഡെഡ്ലി എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ക്ലിയർ? അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ശ്രീലങ്കൻ പ്രിസണിൽ മൺഡേ ഒരു ക്ലാഷ് ഉണ്ടായി. അവിടുത്തെ താമസക്കാർ, അതായത് ഇൻമേറ്റ്സ്, ഈ ജയിലിലുള്ള പ്രിസണേഴ്സ് തമ്മിൽ ഒരു ചെറിയ ക്ലാഷ് തുടങ്ങി. അത് പിന്നെ അവസാനം വാക്കുതർക്കം, അടി, ഇടി, ബഹളം, അത് മരണത്തിലേക്ക് വരെ അത് നയിച്ചു. ഡെഡ്ലി വയലൻസ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് 26 പേരാണ് മരിച്ചത്. 26 പേരിൽ 7 പേര് ഓഫീസേഴ്സാണ്. ഓവർ 100 persons were injured. അവിടെ ഒരു കാര്യമുണ്ട്, പേഴ്സൺസ് പ്ലൂറൽ, വെർബും പ്ലൂറൽ. അതാണ് അവിടെ വേറെന്ന് കൊടുത്തത്. കണ്ടോ? ഇനിയും ബാക്കി ഇങ്ങനെ നമ്മൾ താഴോട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതുപോലെ പിക്ചേഴ്സ് എടുക്കുക. ഈ പിക്ചേഴ്സിൻ്റെ താഴെ എന്താന്ന് നോക്കുക. കണ്ടോ? ആ താഴെ എന്താണ് തന്നിരിക്കുന്നത് നോക്കുക, അത് വായിച്ചു നോക്കുക. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഗ്രാമറോ വൊക്കാബോ ഒക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അത് കറക്റ്റായിട്ട് നിങ്ങൾക്കത് പഠിക്കാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ന്യൂസ്, നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുള്ള ഒരു ന്യൂസ് നിങ്ങൾ വായിക്കുക. അതല്ല നിങ്ങൾക്ക് ഇപ്പം ഒരെണ്ണം വായിച്ചിട്ട് ഓക്കെ ഇത് വലിയ കുഴപ്പമില്ലല്ലോ, ഒന്നുകൂടെ ഒന്ന് വായിക്കാം, അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ അതാണെങ്കിൽ നിങ്ങൾ വായിക്കുക. അങ്ങനെ ഈ പരിപാടി നിങ്ങൾ ചെയ്യേണ്ടത് കൂടി വന്ന ഒരാഴ്ച, ഓക്കെ, ഒരാഴ്ചത്തേക്ക് മാത്രമേ ഈ പരിപാടി ചെയ്യാൻ പാടുള്ളൂ. ഇത് തന്നെ ഇരുന്ന് ഇത് നോക്കി കുഴപ്പമില്ല. അപ്പോൾ തുടക്കത്തിൽ 1 വീക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യാം. അപ്പം നിങ്ങൾ ആ ന്യൂസ് പേപ്പറിൻ്റെ ഏകദേശം ഒരു റൈറ്റിങ്സും എല്ലാം ആയിട്ട് നിങ്ങളൊന്ന് യൂസ് ടു ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ പരിപാടി അങ്ങ് നിർത്തുക. ഈ പറയുന്ന സിമ്പിൾ സാധനങ്ങൾ നോക്കുന്നതിന് പകരം നമ്മൾ അടുത്ത ലെവൽ എഡിറ്റോറിയലിലോട്ട് പോകുന്നു. അപ്പോൾ ഇതിനകത്ത് എഡിറ്റോറിയൽ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് ഐ എം നോട്ട് റോങ്, 8ാമത്തെ പേജാണ്. യെസ്, ഇതുണ്ടോ? ഇവിടെയൊക്കെ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ വായിക്കണം. ഓരോരുത്തർ ഓരോന്നൊക്കെ പറയുന്നു. ഞാൻ ഇത് മൊത്തത്തിൽ കാണിച്ചില്ലല്ലോ. ഇത് കണ്ടോ, സയൻസ് ഒക്കെ ഉണ്ട് കണ്ടോ. നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതാണ് എഡിറ്റോറിയൽ. 8ാമത്തെ പേജിലാണ് എഡിറ്റോറിയൽ. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് നോക്കാം. പിന്നെ ഇത് കണ്ടോ, ഒപ്പീനിയൻ പറയുന്നതുണ്ട്. പിന്നെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞുണ്ട്. ദെൻ ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടോ, ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോഴത്തേക്കും ഒരു രസം തോന്നുവാണെങ്കിൽ, ഇ റിക്ഷ ബാറ്ററി ഹാക്സ് ആൻഡ് ബ്ലൂടൂത്ത് BMS വൾണറബിലിറ്റീസ്. ഓക്കെ, ഇതൊക്കെ വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ഉണ്ടല്ലോ വേറൊരു സംഭവം ഉണ്ട്, നോ യുവർ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ്, അതും ഇതിനകത്ത് ഉണ്ട്. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാംഗോസ് ടു സ്വീറ്റ്, ദ മാംഗോസ് വെരി സ്വീറ്റ്. അതും അപ്പോൾ ഇംഗ്ലീഷിന് ഒരു കോർണർ ഉണ്ട്, അതൊക്കെ ചുമ്മാ വേണമെങ്കിൽ വായിച്ചു നോക്കിയോ. പിന്നെ മീനിങ്, ഒറിജിൻ, ഈ പറയുന്ന നമ്മുടെ ഇഡിയം ഉണ്ടല്ലോ, ഇഡിയം, അത് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് മോസ്റ്റ്ലി ഈ പറയുന്ന നോ യുവർ ഇംഗ്ലീഷ്, അത് ഹിന്ദുവിനകത്തുള്ള ഒരു കോളമാണ്. അപ്പം നോ യുവർ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ഉണ്ട്. 11ാമത്തെ പേജ് അല്ലേ? ലെറ്റ് മീ ചെക്ക്. യെസ്, 11ാമത്തെ പേജിലാണ്. അത് നോക്കുവാണെങ്കിൽ
ഇതുപോലെ ഒരു ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാമല്ലോ, കണ്ടോ, ഇതിനകത്ത് തന്നെ എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പം ഇത് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ഓരോ ദിവസവും ഓരോന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു കോളം ഉണ്ട്. അപ്പോൾ ഇത് തന്നെ വായിച്ചാൽ തന്നെ ഗ്രാമർ നമുക്കൊന്ന് സെറ്റ് ആവും. ഓക്കെ. അപ്പോൾ ദ മാംഗോ ഇസ് ടു സ്വീറ്റ്, ദ മാംഗോ ഇസ് വെരി സ്വീറ്റ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, ഞാനിപ്പോൾ പറയുന്നില്ല. അതേപോലെ തന്നെ ഒരു ഇഡിയം കാണും. ആ ഇഡിയം അത് മീനിങ് എന്താണ്, അതിൻ്റെ ഒറിജിൻ എന്താണ്, ഓക്കെ, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം. വീണ്ടും ഉണ്ട്, 2 ഇഡിയംസ് തന്നിട്ടുണ്ട്. പിന്നെ വേർഡ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും ഓരോ വേർഡ് തരുന്നുണ്ട്. ഓക്കെ, ഓരോ വേർഡ് തരുന്നുണ്ട്, അതിൻ്റെ മീനിങ്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, അതേപോലെ തന്നെ അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ലതാണ്. അത് ഇംഗ്ലീഷിൻ്റെ, അത് മിക്കവാറും 11ാമത്തെ പേജിലാണ് ഈ സാധനം. ഓക്കെ, ഇപ്പം ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. ഇനിയും പിന്നെ അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ്, അത് താല്പര്യമുള്ളവർക്ക് അത് വായിക്കാം. അതിൻ്റെയും താഴെ ഉള്ള ലൈൻ വായിക്കുക. പിന്നെ അഗെയിൻ ബിസിനസ്, വേൾഡ് ന്യൂസാണ് ഇഷ്ടമെങ്കിൽ അത് നോക്കുക. ഏതാണോ അത് നോക്കുക. കണ്ടോ, ഇതിനകത്തൊക്കെ പറയുന്നുണ്ട് എന്താന്നുള്ളത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാവേ, ഞാൻ പറയാവേ. വേൾഡ് ന്യൂസ് ഉണ്ട്. പിന്നെ സ്പോർട്സ് ഇഷ്ടമുള്ളവർക്ക് സ്പോർട്സ് ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, യെസ്, ആൻഡ് ദാറ്റ്സ് ദി എൻഡ്. അപ്പോൾ നിങ്ങൾ ഇത് ഓൺലൈൻ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഹാർഡ് കോപ്പി ആയിട്ട് വരുത്തുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ടിയിൽ നിന്ന് നിങ്ങളങ്ങ് തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പോർട്സിൽ നിന്ന് വേണമെങ്കിൽ ഒരു ലൈൻ കാണാമല്ലോ അല്ലേ. നിതീഷ്, ഹർദിക് ആൻഡ് ഹർഷത് have not helped India's cause with their injuries. have not helped, 2 കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന് കാര്യം മനസ്സിലായി, സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് വെർബും പ്ലൂറൽ, ഹാവ് കൊടുത്തു. ഇനി ഹാവിൻ്റെ കൂടെ എപ്പോഴും 3rd ഫോം ഓഫ് വെർബ് യൂസ് ചെയ്യാവുള്ളൂ, അതാണ് ഹെൽപ്ഡ് എന്ന് വന്നത്. ഹാവ് നോട്ട് ഹെൽപ്ഡ്, കണ്ടോ. സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് വെർബ് പ്ലൂറൽ ഹാവ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അവിടെ പ്രോനൗണും പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്, ദെയർ. ഇഞ്ചുറിയുടെ പ്ലൂറൽ ഇഞ്ചുറീസ്, കണ്ടോ. ഇതൊക്കെ ജസ്റ്റ് ആ ഫോട്ടോയുടെ പിക്ചറിന്റെ താഴെയുള്ള ആ ഒരു ലൈനാണ് ഇപ്പൊ ഈ വായിക്കുന്നത്. The 3 are seen as integral members of the squad, keeping in mind the 50 over World Cup in Africa next year. Okay, 50 over World Cup in Africa next year. ഓക്കെ, ഇവിടെ ഇത് ഹൈഫനേറ്റഡ് നൗൺ വന്നുകൊണ്ടാണ് 50 ഓവർ എന്ന് പറയുന്നത്, 50 ഓവേഴ്സ് അല്ല. കാരണം ഹൈഫൻ വരുന്ന നൗൺ എപ്പോഴും നമ്മൾ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് 50 ഓവർ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. പിന്നെ പ്ലേസ് ആയതുകൊണ്ട്, ബിഗ് പ്ലേസ് ആയതുകൊണ്ട് നമ്മൾ ഇന്ന് കൊടുക്കുന്നു. അപ്പോൾ ആദ്യം ഇങ്ങനെ തുടങ്ങുക. എന്നിട്ട് ഓരോ ലൈൻ ബൈ ലൈൻ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതേലും നിങ്ങൾ ഒരു പാരഗ്രാഫ് എടുക്കുക. നമുക്ക് ചുമ്മാ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് നമുക്കൊന്ന് നോക്കാവേ. ഒരു പാരഗ്രാഫ് ഏതെങ്കിലും. ബിസിനസ് വേണോ, ഇത് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ്, ഓക്കെ. എഡിറ്റോറിയൽ അവിടെ നിൽക്കട്ടെ. സയൻസിൻ്റെ ഉണ്ട് കേട്ടോ, സയൻസ് ഇഷ്ടമുള്ളവർക്ക് അത് നോക്കാം. അല്ലാണ്ടുള്ള ന്യൂസ് എല്ലാം ഇതിനകത്തുണ്ട്. ഇഷ്ടമുള്ളത് സ്റ്റേറ്റ്സിൻ്റെയും ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ ചുമ്മാ ഇങ്ങനെ ഒരെണ്ണം എടുക്കുവാണേ, ഒരു പാരഗ്രാഫ്. ഓക്കെ, ഞാൻ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, നമുക്ക് എഡിറ്റോറിയൽ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ആ എഡിറ്റോറിയലിലോട്ട് എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു ബിഗിനർ സെഷനാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് വായിക്കാം. Modi begins 3-nation trip, starts with Indonesia to boost strategic ties. Okay, മോഡി ബിഗിൻസ് 3-nation ട്രിപ്പ്. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെ ഹൈഫൻ വരുന്ന നൗൺ എപ്പോഴും സിംഗുലർ ആയിട്ട് കൊടുക്കുക. എന്തുകൊണ്ട് അവിടെ 3 nations എന്ന് വന്നില്ല? കാരണം ഇതൊരു സിംഗിൾ വേർഡാണ്, 3-nation ട്രിപ്പ്. അപ്പോൾ 3 രാജ്യങ്ങൾ കവർ ചെയ്യുന്ന ഒരു ട്രിപ്പാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3-nation ട്രിപ്പാണ്, 3-nation ട്രിപ്പ്.
അവിടെ 3 നേഷൻസ് എന്ന് വന്നിട്ടില്ല. ഇപ്പോൾ ഹി വിസിറ്റഡ് 3 ഡിഫറെൻറ്റ് നേഷൻസ് എന്ന് പറയാം, ഹി വിസിറ്റഡ് 3 ഡിഫറെൻറ്റ് നേഷൻസ് പറയാം. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ അത് ഹൈഫൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു സിംഗിൾ വേർഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഹൈഫനേറ്റഡ് നൗൺ എപ്പോഴും സിംഗുലർ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റാർട്ട്സ് വിത്ത് ഇന്തോനേഷ്യ ടു ബൂസ്റ്റ് സ്ട്രാറ്റജിക് ടൈസ്. ടുവിൻ്റെ കൂടെ എപ്പോഴും V1 ഫോം ആണ്, അതാണ് ടു ബൂസ്റ്റ് എന്ന് വന്നത്. ഓക്കെ, അടുത്തത് വായിക്കാമല്ലോ അല്ലേ, കുറച്ചുകൂടെ ബിഗ് ആയിട്ട് ഒന്ന് സൂം ചെയ്തിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ സെറ്റ് ടു ഹോൾഡ് ഡിസ്കഷൻസ് വിത്ത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ്, ആളുടെ പേര് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നില്ല, ഇനി ഞാൻ വായിച്ചിട്ട് അങ്ങനെ തെറ്റിയ, ടു ആഡ് മൊമെന്റം ടു ദിസ് പാർട്ണർഷിപ്പ് അക്രോസ് ഡൈവേഴ്സ് സെക്ടേഴ്സ്. He will travel to Australia and New Zealand next as part of efforts to promote a free and open Indo-Pacific. Okay. അപ്പോൾ നോക്കാം, ഇതിനകത്ത് പ്രൈം മിനിസ്റ്റർ സെറ്റ് ടു ഹോൾഡ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ടു ഹോൾഡ് ഡിസ്കഷൻസ് നടത്താനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആരായിട്ടാ? ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായിട്ട്. വൈ? ടു ആഡ് മൊമെന്റം ടു ദിസ് പാർട്ട്ണർഷിപ്പ് അക്രോസ് ഡൈവേഴ്സ് സെക്ടേഴ്സ്. ഇവിടെയും ടുവിൻ്റെ കൂടെ V1 കൊടുത്തിട്ടുണ്ട്, ടുവിൻ്റെ കൂടെ V1. ടു ഹോൾഡ്, ടു ആഡ്. വൺസ് നമ്മളിത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്കിത് നമ്മുടെ മൈൻഡിൽ നിൽക്കും. ഇനി വേറൊരു കാര്യം, ഈ 2 കഴിഞ്ഞ് V1 ആണ് എന്നറിയാത്തവർ, അല്ലെങ്കിൽ ഈ ഹൈഫനേറ്റഡ് നൗൺ സിംഗുലർ ആണ് എന്ന് അറിയത്തില്ലാത്തവർക്ക് നമുക്ക് ഈ പരിപാടി വർക്കൗട്ട് ആവില്ല. ഓക്കെ, പിന്നെ നമുക്കിത് വർക്കൗട്ട് ആവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും നല്ല വഴിയാണ് ഞാൻ ഈ പറഞ്ഞ ന്യൂസ് പേപ്പർ വായിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ഹി വിൽ ട്രാവൽ ടു ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ്. വിൽ ട്രാവൽ ടു, അത് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ടാണ് വില്ല് കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു കാര്യമുണ്ട്, വിൽ, ഷാൽ, വുഡ്, ഷുഡ്, ഇങ്ങനത്തെ മോഡൽസിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും V1 ഫോം ഉപയോഗിക്കണം. അതാണ് വിൽ ട്രാവൽ എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, മോഡൽസിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ V1 കൊടുക്കണം. വിൽ ട്രാവൽ, വിൽ ഗോ. ഓക്കെ, ഇനി എൻ്റെ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് ഇവിടെ ടു വന്നിരിക്കുന്നത്? ഓക്കെ, എന്തുകൊണ്ടാണ് ടു ഓസ്ട്രേലിയ എന്ന് വന്നിരിക്കുന്നത്? നേരത്തെ നമ്മൾ കണ്ടല്ലോ, പ്ലേസസ് പറയാനായിട്ട് നമ്മൾ ഇൻ കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടല്ലോ അല്ലേ. ഇവിടെ എന്തുകൊണ്ടാണ് ടു വന്നത്? അതായത് അങ്ങോട്ടേക്ക് പോകുവാണ്, അതൊരു ഡെസ്റ്റിനേഷനാണ്. നമ്മളൊരു പ്ലേസിൽ പോകുമ്പോൾ നമ്മൾ ടു എന്നാ പറയുന്നത്. ഐ വിൽ ട്രാവൽ ടു ഇന്തോനേഷ്യ ഓർ ഐ വിൽ ട്രാവൽ ടു ന്യൂസിലൻഡ്. അപ്പം അവിടെ ഒരു പ്ലേസിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ടു എന്നുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. ക്ലിയർ? യെസ്. നെക്സ്റ്റ്, ആസ് പാർട്ട് ഓഫ് എഫേർട്സ് ടു പ്രൊമോട്ട്, ടുവിനോട് V1, എ ഫ്രീ ആൻഡ് ഓപ്പൺ ഇൻഡോ-പസഫിക്. ക്ലിയർ? ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്കൊന്ന് വായിക്കാം. ഫസ്റ്റ് അല്ലെങ്കിൽ പോട്ടെ, 2 പാരഗ്രാഫ്സ് നമുക്കൊന്ന് വായിക്കാം. ഓക്കെ, യെസ്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവസാനം നമുക്ക് വൊക്കാബും സെറ്റാവും, നമ്മുടെ ഗ്രാമറും സെറ്റാവും. ഒരാഴ്ച നിങ്ങൾ ഈ നോർമൽ ന്യൂസ് വായിച്ച്, അല്ലെങ്കിൽ പിക്ചറിൻ്റെ അടിയിലോട്ട് ഡിസ്ക്രിപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ ഈ പേപ്പറുമായിട്ടൊന്ന് സെറ്റാവും. പിന്നെ എഡിറ്റോറിയലിലോട്ട് കടന്നാൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, യെസ്. അപ്പോൾ കാണാമല്ലോ അല്ലേ. ഓക്കെ, Prime Minister Narendra Modi arrived in Indonesia on Monday on the first leg of his 3-nation tour aimed at further strengthening India's Act East policy, Mahasagar vision and its commitment to a free, open and inclusive Indo-Pacific. Okay, Prime Minister Narendra Modi, okay, arrived in Indonesia. അവിടെ പ്ലേസ് ആണ്, എവിടെ? ബിഗ് പ്ലേസ് ആയതുകൊണ്ടാണ് ഇൻ. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായോ? തൊട്ട് മുന്നേ ഹി വിൽ ട്രാവൽ ടു ഓസ്ട്രേലിയ എന്ന് പറയുന്നത് അത് ആ പ്ലേസിലോട്ട് പോകും എന്നാണ്. ഇവിടെ ഇന്ന സ്ഥലത്ത് എത്തി, അതുകൊണ്ടാണ് ഇൻ ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. അപ്പം ബിഗ് പ്ലേസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഇൻ ആണ്. ഓക്കെ, യെസ്. ഓൺ ദ ഫസ്റ്റ് ഓൺ മൺഡേ, ഡേയ്സിൻ്റെ കൂടെ ഓൺ വന്നു. ഓക്കെ, അതൊക്കെ. ഓൺ ദ ഫസ്റ്റ് ലെഗ് ഓഫ് ഹിസ് 3-nation ടൂർ. ഇവിടെ ഫസ്റ്റ് ലെഗ് ഓൺ ഹിസ് 3-nation ടൂർ എന്ന് ഉദ്ദേശിക്കുന്നത്
3 രാജ്യങ്ങളാണല്ലോ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ലെഗ്, രണ്ടാമത്തെ ലെഗ്, മൂന്നാമത്തെ ലെഗ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആദ്യം എവിടെ പോകുന്നു, രണ്ടാമത് എവിടെ പോകുന്നു, മൂന്നാമത് എവിടെ പോകുന്നു. ഓക്കെ, അപ്പോൾ 3 പ്ലേസസ് ആണ് വിസിറ്റ് ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ പ്ലേസ് ആണ് ഈ പറയുന്ന ഏതാ, ഇന്തോനേഷ്യ. ഓക്കെ, സോ യെസ്. അപ്പോൾ 3 നേഷൻ ടൂർ കണ്ടോ? 3 നേഷൻ ടൂർ ഹൈഫനേറ്റഡ് നൗൺ ആയതുകൊണ്ടാണ് സിംഗുലർ ആയിട്ട് കൊടുത്തത്. ഇനി എയിംഡ് അറ്റ്, യു എയിം അറ്റ് സംതിങ്. എയിമിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ അറ്റ് ആണ്. ഇതും ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമുക്ക് എന്താ പറയുക, ഫ്രേസൽ വെർബ് ആയിട്ടോ ഫിക്സ്ഡ് പ്രപ്പോസിഷൻ ആയിട്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വരാം. അപ്പോൾ എയിം അറ്റ്, യു എയിം അറ്റ് സംതിങ് എന്നാ പറയുന്നത്. അതായത് നമുക്കിപ്പം ഒരു എന്താ, ദിസ് സെഷൻ ഇസ് എയിംഡ് അറ്റ് ബിഗിനേഴ്സ്. ഓക്കെ, ദിസ് സെഷൻ ഓർ ടുഡേ സെഷൻ ഇസ് എയിംഡ് അറ്റ് ബിഗിനേഴ്സ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ഓഡിയൻസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എയിംഡ് അറ്റ് എന്ന് നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ ദിസ് പ്രോഗ്രാം ഇസ് എയിംഡ് അറ്റ് റെഡ്യൂസിങ് so and so. Okay, aimed at reducing carbon emissions. This program is aimed at. കേട്ടോ, അപ്പോൾ എയിം അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടാർഗറ്റ്, ഒരു സ്പെസിഫിക് ക്രൗഡിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഗോളിലേക്കാണ് നമ്മുടെ എഫേർട്ടുകൾ മുഴുവൻ വരുന്നത് എന്നാണ്. ഇതാണ് എയിം അറ്റ് സംതിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പം ഇന്ന പ്രപ്പോസിഷൻ കൊടുക്കൂ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും എയിം വിത്തോ എയിം ഫോർ അങ്ങനെ പല ഓപ്ഷൻസ് വരും. അപ്പോൾ അത് എയിം അറ്റ് എന്നാണ് എന്ന് ഓർക്കുക. ഓക്കെ, ഫർദർ സ്ട്രെങ്തനിങ് India's Act East Policy Mahasagar Vision. Okay, and its commitment. Okay, its commitment. അവിടെ നോക്കിക്കോ, ഇറ്റ്സ്. എന്തുകൊണ്ട് അവിടെ അപ്പോസ്ട്രോഫി ഇല്ല? ഇറ്റ്സ് അതിൻ്റെ എന്ന മീനിങ് ആണ്, അതിൻ്റെ എന്ന മീനിങ് ആണ്. അതുകൊണ്ടാണ് അവിടെ അപ്പോസ്ട്രോഫി ഇല്ലാത്തത്. ഓക്കെ, ഇറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ അപ്പോസ്ട്രോഫി ഇല്ലാത്തതിൻ്റെ കാരണം അതിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഏതിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ്? ഈ പോളിസിയുടെ കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, അടുത്തത് കമ്മിറ്റ്മെൻറ്റിൻ്റെ സ്പെല്ലിംഗ് നോക്കിക്കോണേ. കമ്മിറ്റ്മെൻറ്റ് സ്പെല്ലിംഗ് പഠിക്കുക. കമ്മിറ്റ്മെൻറ്റ് 2 M ഉണ്ട്. കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒരു പാരഗ്രാഫ് കൂടെ നമുക്കൊന്ന് ചെയ്യാം. താഴോട്ട് കാണാൻ പറ്റുമോ? ഓക്കെ, കാണാമല്ലോ. In a special gesture, Mr. Modi was received at the airport by Indonesian President Prabowo Subianto. Okay. In a special gesture, പ്രത്യേക രീതിയിൽ ഏതോ ഒരു ജെസ്ചർ കാണിച്ചിട്ടാണ് ആളെ റിസീവ് ചെയ്തത്. അറ്റ് ദി എയർപോർട്ട്, എവിടെ വെച്ച്? പ്ലേസ്, അറ്റ്. പ്ലേസ് ആയതുകൊണ്ടാണ് അറ്റ്. അറ്റ് ദി എയർപോർട്ട് ബൈ. ഈ ഡൂവർ ആരാണോ ആ ഡൂവറിൻ്റെ കൂടെ നമ്മൾ ബൈ കൊടുക്കുന്നത്. ഓക്കെ, ഇത് ഹി വാസ് റിസീവ്ഡ് ബൈ, സ്വീകരിച്ചു. ആരാ സ്വീകരിച്ചത്? അവിടുത്തെ പ്രസിഡന്റ്. ഓക്കെ, അപ്പം ബൈ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഡൂവറിൻ്റെ കൂടെ. അപ്പോൾ പ്രൈം മിനിസ്റ്റർ വാസ് റിസീവ്ഡ് ബൈ ദ പ്രസിഡന്റ്. അപ്പോൾ ആരാണോ ഒരു ആക്ഷൻ ചെയ്യുന്നത് ആ ഡൂവറിൻ്റെ കൂടെ ബൈ കൊടുക്കുക. ഓക്കെ, ഇൻ അഡീഷൻ 4 ministers were also present to receive the prime minister. റിസീവിൻ്റെ സ്പെല്ലിംഗ് നോക്കിക്കോണേ. റിസീവ്, RECEIVE. അത് ശ്രദ്ധിച്ചോണം. അത് സ്പെല്ലിങ്ങിനകത്തൊക്കെ നമുക്ക് വരും. സിമ്പിൾ സാധനമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ മാറിപ്പോവും, തെറ്റിക്കും. അതുകൊണ്ട് റിസീവ്. പിന്നെ 4 ministers പ്ലൂറൽ ആയതുകൊണ്ട് വേർബും പ്ലൂറൽ ആയത് കേട്ടോ. വേർ എന്തുകൊണ്ട് ആർ വന്നില്ല? കഴിഞ്ഞു പോയൊരു കാര്യമാണിത്, അതുകൊണ്ടാണ് വേർ വന്നത്. Who was accorded a traditional ceremonial welcome and a guard of honor. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്കൊരു വൊക്കാബ് കിടപ്പുണ്ട്. ഹു വാസ് അക്കോർഡഡ്. അക്കോർഡഡ് എന്ന് പറഞ്ഞാൽ എന്താ അക്കോർഡ് ചെയ്തത്? എ ട്രഡീഷണൽ സെറമോണിയൽ വെൽക്കം, അതായത് നൽകി എന്നാണ്. ടു ഗിവ് അല്ലെങ്കിൽ ടു ഗ്രാൻഡ് എന്നാണ് അക്കോർഡഡ് എന്ന് വെച്ചാൽ. അപ്പം ഈ പ്രൈം മിനിസ്റ്ററിനെ റിസീവ് ചെയ്യാനായിട്ട് 4 മിനിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. അതായത് പ്രസിഡന്റ് ഉണ്ട്, പ്രസിഡന്റ് ഹിംസെൽഫ് ആൻഡ് 4 അതർ മിനിസ്റ്റേഴ്സ്. എന്നിട്ട് എങ്ങനെയാണ് അവർ സ്വീകരിച്ചത്? ഒരു ട്രഡീഷണൽ സെറമോണിയൽ വെൽക്കമാണ് അവർ കൊടുത്തത്. ഓക്കെ, അപ്പം അക്കോർഡ്
ACCORD അടുത്ത വൊക്കാബാണ്. ഗ്രാൻഡിയ, നൽകുക, ഗിവ് എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അവാർഡ് ചെയ്യുക, ഒരു അത്രയ്ക്കൊരു ട്രഡീഷണൽ വെൽക്കം ആണ്, സെറമോണിയൽ വെൽക്കം ആണ് നൽകിയത്. ഓക്കെ, യെസ്. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. കാരണം നമുക്കിതിങ്ങനെ പഠിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ എഡിറ്റോറിയലിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയാണ് ഒരു ന്യൂസ് പേപ്പറിനെ അപ്രോച്ച് ചെയ്യുന്നത്? ഓക്കെ, ഇതൊരു 1 വീക്ക് നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ഒന്ന് ഫോളോ ചെയ്യാം. എന്നിട്ട് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നുണ്ടോ? പുതിയ പുതിയ സാധനങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ആദ്യമൊക്കെ സമയമെടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്രയും ഒരു ചെറിയൊരു ന്യൂസ് അല്ലെങ്കിൽ ഒരു ഹെഡ്ലൈൻ വായിക്കണമെങ്കിൽ തന്നെ ഒരുപാട് സമയം എടുക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ടൈം ഒത്തിരി കൺസ്യൂമിംഗ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ മീനിങ് നോക്കി നമ്മൾ തപ്പി നടക്കും. ഗൂഗിളിലോ അല്ലെങ്കിൽ ഡിക്ഷണറിയിലോ മീനിങ് നോക്കാനായിട്ട് സമയമെടുക്കും. മൂന്നാമത്തെ കാര്യം, മിസ്സേ എനിക്ക് ഈ റൂൾസ് ഒന്നും അറിയത്തില്ല, അറിയാണ്ട് ഞാൻ എങ്ങനെ ഇതിനകത്ത് തപ്പിയെടുക്കുന്നത്? അപ്പോൾ പാരലായിട്ട് നമ്മൾ സൂപ്പർ നോട്ട്സിനകത്ത് നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് ബാച്ച് നമുക്കിപ്പം 2ാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബാച്ചിലോട്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പാരലായിട്ട് ഗ്രാമർ റൂൾസും പഠിക്കാം, ആ സാധനങ്ങൾ ഇവിടെ കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ തൽക്കാലം ഞാൻ എന്താണേലും ഒരു എഡിറ്റോറിയൽ എടുക്കുന്നില്ല, പക്ഷെ മൊത്തത്തിൽ ആ ന്യൂസ് പേപ്പറിനെ കുറിച്ച് ഒരു ഐഡിയ തന്നല്ലോ. അപ്പോൾ ഇതാണ് ഇത് കണ്ട് ഈ സൈഡിൽ ഇതാണ് നമ്മുടെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അതും തുടക്കത്തിൽ മൊത്തം വായിക്കണം എന്നില്ല, ഒരു പാരഗ്രാഫ് വായിക്കാം, പിന്നെ അടുത്തത്. ഓക്കെ, അങ്ങനെ പതിയെ പതിയെ വായിച്ചുകൊണ്ട് വന്നാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെസ്, അപ്പോൾ ഈ എഡിറ്റോറിയലുമായിട്ട് നമുക്ക് അടുത്ത ദിവസം നമുക്കൊരു സെഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. ടിൽ ദെൻ, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.